പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുമസിന്റെ ഈ പുണ്യദിനത്തില് എല്ലാവർക്കും ഈശോയുടെ ജനന തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപയും സമാധാനവും സന്തോഷവും നേരുകയാണ്. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ ധ്യാനിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ തിരുഹിതം അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് മനുഷ്യാവതാരം. ഈശോയെ കുറിച്ച് യൗസേപ്പ് പിതാവിനോട് മാലാഖ പറഞ്ഞ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോയുടെ ജനത്തെ കുറിച്ച് പറയാണ്. എന്തിനാണ്? പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പാപത്തിന്റെ അനന്തര ഫലങ്ങളായ ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ പിടിയിൽ നിന്നൊക്കെ മോചിപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്ന, മോചിപ്പിക്കുന്ന സജീവ സാന്നിധ്യമായിട്ട് ഈശോയുടെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചത് പൂർത്തീകരിച്ചുകൊണ്ട് ഇതാ യൗസേപ്പ് പിതാവിനോട് മാലാഖ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അട്ടിടയന്മാരോട് മാലാഖമാരെന്താ പറഞ്ഞ്, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് വെൾത്തൊട്ടിൽ അവനെ കിടത്തിയിരിക്കുന്നു. അട്ടിടയന്മാര് വലിയ സന്തോഷത്തോടെ കർത്താവിന്റെ അരികിലേക്ക്, ഈശോയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ കുമ്പിട്ട് ആരാധിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ സാന്നിധ്യം അതുപോലെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം ഇടപെട്ട് എല്ലാ മക്കളെയും ഇതാ രക്ഷകനിലേക്ക് ആനയിക്കുകയാണ്. ആ 3 വേദശാസ്ത്രികൾ അവര് ദൂരസ്ഥലം കിഴക്ക് നിന്ന് യാത്ര ചെയ്ത് ഈ ദിവ്യ പൈതലിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർക്ക് സന്ദേശം ലഭിച്ചു. സ്വർഗത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചു. ഇതാ ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവരും ഇതാ ഈ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് കടന്നു വരികയാണ്. അവന് ഈശോ എന്ന് പേരിടണം എന്ന് പറഞ്ഞ് ഈശോയുടെ ആ വലിയ സാന്നിധ്യത്തെ ലോകത്തിന്, മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ദൈവം സ്വർഗം ഇടപെട്ട് ലോകത്തിനു വേണ്ടി നൽകിയ ഏകരക്ഷകനാകുന്ന യേശുവിന്റെ ജനന തിരുനാളാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസിന്റെ ചൈതന്യം എന്താണ്? വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ദിവ്യ പൈതൽ. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവനമാകുന്ന ബേത്ലഹേമിൽ കാലികൾക്ക് തീറ്റ കൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ അപ്പമായി തീരേണ്ട, ഭക്ഷണമായി തീരേണ്ട, മനുഷ്യന് ജീവൻ നൽകുന്ന, രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന കർത്താവ് ഇതാ നമുക്കെല്ലാവർക്കും സംലഭ്യനായിട്ട് ഇതാ കിടത്തപ്പെട്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞ് അവനെ കുറിച്ച് പറഞ്ഞ, അവനെ കിടത്തിയിരിക്കുന്നു. നിങ്ങൾ പോയി അവനെ സ്വീകരിക്കി, അവനെ സ്വന്തമാക്ക്, അവനെ ആരാധിക്കി, അവനെ സ്വീകരിക്കി. അവനിലൂടെ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്ന രക്ഷാകര പ്രവൃത്തി സ്വർഗം പിതാവായ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി, മാനവകുലത്തിനു വേണ്ടി ഒരുക്കി നൽകുകയാണ്. ഇതാണ് മക്കളെ ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ഈ ദിവ്യ പൈതലിനെ സ്വീകരിക്കണം. എന്നാൽ ഇന്ന് ക്രിസ്തുമസിനെ കുറിച്ചൊക്കെ പറയുമ്പോ ആളുകളുടെ മനസ്സിൽ സാന്താക്ലോസും കുറെ നക്ഷത്രങ്ങളും കുറെ ആഘോഷങ്ങളും കുറെ പുൽക്കൂടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒതുങ്ങിക്കിടക്കുമ്പോ പറഞ്ഞ പോലെ ക്രിസ്തുവില്ലാത്ത ഒരു ക്രിസ്തുമസിന്റെ ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും എന്താ പറയുക, ക്രിസ്മസ് ഫ്രണ്ട്, സമ്മാനങ്ങൾ കൈമാറുക, പിന്നെ അതുപോലെ തന്നെ ആഘോഷങ്ങള്, കരോളുകള്, ഒത്തിരിയേറെ ഈ വക ഡാൻസും തുള്ളലും പാട്ടും ഒക്കെ ആയിട്ട് ഇന്ന് ചൈതന്യമില്ലാത്ത, ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു ക്രിസ്തുമസ് ആയിട്ട് മാറിപ്പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു സത്യമാണ്.
നമുക്കറിയാം പണ്ടൊക്കെ ക്രിസ്തുമസ് കാർഡൊക്കെ വിടുമ്പോ അതിൽ ഈശോയുടെ ഒരു പടം ഉണ്ടാവും. കാലിത്തൊഴുത്ത്, യോസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ, ഉണ്ണീശോ, പിന്നെ ആട്ടിടയന്മാരും ആടുകളൊക്കെ. എന്നാൽ ഇന്ന് ആ ചിത്രം തന്നെ മാറിപ്പോയിട്ട് സാന്താക്ലോസിന്റെയും പല പല പടങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ച് ക്രിസ്തുമസ് കാർഡ് ക്രിസ്തുവില്ലാത്ത, ക്രിസ്തു സാന്നിധ്യമില്ലാത്ത ഒരു ആശംസകളും ആഘോഷങ്ങളും ഒക്കെ ആക്കി മാറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ അങ്കമാലിയില് ഒരു കടയുടെ മുമ്പില് അവരിങ്ങനെ ഈ പച്ചയുള്ള ക്രിസ്മസിന്റെ റീത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് എഴുതി വെച്ചേക്കാണ് ഗിഫ്റ്റ്മസ്. ക്രിസ്തുമസ് ക്രിസ്തു ഇല്ല, ഗിഫ്റ്റ്മസ് എന്ന് പറഞ്ഞ സമ്മാനങ്ങൾ കൈമാറുന്ന ആഘോഷം പ്രിയപ്പെട്ടവരെ ഗിഫ്റ്റ്മസ് ആക്കി മാറ്റി. ക്രൈസ്തവ വിശ്വാസത്തെ, ക്രിസ്തുവിനെ ഒഴിവാക്കുന്ന, കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തിയെ ഇല്ലാതാക്കുന്ന, ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത വിധത്തിൽ സമ്മാനങ്ങൾ കൈമാറി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റുന്ന പൈശാചിക പ്രവൃത്തികളും പൈശാചിക വർഗങ്ങളും ഇന്ന് ലോകത്തില് അതിശക്തമാണ്. അതുകൊണ്ട് അപകടകരമായ ഒരവസ്ഥ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയ പള്ളിയില് ക്രിസ്തുമസിനോട് ഒരുക്കമായ 2 ദിവസം ധ്യാനം വച്ചു. ഞാൻ ഓർക്കാണ്, വലിയ ഇടവക, വളരെ കുറച്ചു പേരാണ് ധ്യാനത്തിൽ വന്നത്. രാത്രി ധ്യാനം കഴിഞ്ഞു. എല്ലാ ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച്, ഈശോ പൂർത്തീകരിച്ച രക്ഷാകര ബലിയെക്കുറിച്ച്, അപ്പമായി തീർന്ന യേശുവിലൂടെ യോഹന്നാൻ 10:10 അവൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി മാനസാന്തരപ്പെട്. സ്നാപകൻ വിളിച്ചു പറഞ്ഞില്ലേ, മാനസാന്തരപ്പെട്, അവന് വേണ്ടി വഴിയൊരുക്ക്, അവനെ സ്വീകരിക്ക്, വളഞ്ഞ വഴികൾ നേരെയാക്ക്, പരുപരുത്തുവ മൃദുവാക്ക്, കുന്നുകൾ നിരത്ത്, താഴ്വരകൾ ഉയർത്ത്. അങ്ങനെ അവന് വേണ്ടി, അവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങ്. സത്യമായ വചനം, മാനസാന്തരത്തിന്റെ സുവിശേഷം കർത്താവിന് വേണ്ടി അവിടെ പ്രഘോഷിക്കപ്പെട്ടപ്പോ അത് സ്വീകരിക്കാൻ ജനമില്ല. ഞാൻ ഓർക്കാണ്, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോണ്ടല്ലോ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ യുവജന സംഘടനയിൽപ്പെട്ട കുറെ മക്കൾ വന്നിട്ട് ഒച്ചപ്പാട്, ബഹളം, പുൽക്കൂടുണ്ടാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, അവന് വേണ്ടി ഹൃദയമൊരുക്കാൻ, അതിനുവേണ്ടി മാനസാന്തരപ്പെടാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി ചൈതന്യത്തോടെ, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ സംസാരിച്ച് ഉദാശയിലൂടെ യേശുവിനെ സ്വീകരിക്കേണ്ട മക്കള് ഇന്ന് യേശുവില്ലാതെ കുറെ ആഘോഷങ്ങൾ. അത് അവിടെ മലയുണ്ടാക്കുന്നു, കുന്നുണ്ടാക്കുന്നു, അരുവി ഉണ്ടാക്കുന്നു, പുല്ലുപെട്ടി കൊണ്ടു വയ്ക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. അച്ഛനതൊന്നും വേണ്ട എന്നല്ലോ പറയുന്നേ. ചൈതന്യമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ സ്വീകരിക്കാത്ത, ഉണ്ണീശോയെ സ്വീകരിക്കാത്ത, ഉണ്ണീശോയെ സ്വന്തമാക്കാത്ത, അവനിലേക്ക് കടന്നു വരാനോ അവന് കടന്നു വരാനോ ഇടയാകാത്ത വിധത്തിലുള്ള ആട്ടും പാട്ടും കരോളും ഒക്കെ നമുക്കെന്തിന്? അനേക മക്കള് നോമ്പൊക്കെ നോക്കുന്നുണ്ട്. ഇന്ന് നോമ്പ് അവസാനിക്കും. മിക്കവാറും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ മദ്യപാനവും അനുബന്ധമായ ആഘോഷങ്ങളും കൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന, നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാല്, വചനം ലംഘിച്ചാല് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല. കർത്താവ് എന്തിനാ വന്നേ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ വസിക്കാൻ ഇറങ്ങി വരുമ്പോ ആ കർത്താവിനെ സ്വീകരിച്ചിട്ട് അവനെ കൂടെ നിർത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നോമ്പ് വീട്ടുമ്പോ, ആഘോഷിക്കുമ്പോ, ഈ ലോകത്തിന്റെ അരൂപികൾ കൊണ്ട് നിറയപ്പെടുന്ന ആർഭാടങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നിറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, യഥാർത്ഥമായ ക്രിസ്തുമസിന്റെ ദൈവിക പദ്ധതി പിശാചിനാൽ നശിപ്പിക്കപ്പെടുന്ന ഒരു ഗതികേട്. വീണ്ടും പറയാണ്, കരോള് വേണം, ആഘോഷങ്ങൾ വേണം, അതിമനോഹരമായിട്ട് വീട് അലങ്കരിക്കണം, നല്ല പുൽക്കൂടുകൾ പണിയണം, നമ്മൾ തോരണങ്ങൾ കെട്ടണം. കർത്താവിന് വേണ്ടി ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അണിയിച്ചൊരുക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ അതിനേക്കാളും ഏറെ കർത്താവിനെ സ്വീകരിക്കുന്ന, ചൈതന്യത്തോടെ യേശുവിനെ സ്വന്തമാക്കുന്ന, ഈശോയെ സ്വീകരിക്കുന്ന, അവൻ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, മക്കളിലേക്ക് കടന്നു വരും വിധം മാനസാന്തരപ്പെട്ട് അവന് വേണ്ടി വഴിയൊരുക്കി കർത്താവിനെ സ്വീകരിക്കണം. ആട്ടിടയന്മാര് അവര് ആ ബെത്ലഹേമിലേക്ക് ചെന്ന് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ശിശുവിനെ കുമ്പിട്ട് ആരാധിച്ച പോലെ അജ്ഞാനികള് ദൂരസ്ഥ കഷ്ടപ്പെട്ട് വന്ന്
ഈശോയെ ആരാധിച്ച് ആ കാഴ്ചകൾ സമർപ്പിച്ച പോലെ മാലാഖമാർ ഇറങ്ങി വന്നു സ്വീകരിച്ച പോലെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളും ഈശോയെ അതുപോലെ സ്വീകരിക്കണം. ഇത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് പരിശോധിച്ചേ. കർത്താവ് കൂടെ വസിക്കുന്ന ഒരു അനുഭവം, കർത്താവ് എന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നിലായിരിക്കുന്ന അനുഭവം ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വരുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ക്രിസ്മസിന്റെ അഭിഷേകം. ചൈതന്യമുള്ള ക്രിസ്മസ്. ഇല്ലെങ്കിൽ നമ്മൾ ചടങ്ങിന് നോമ്പ് നോക്കി ഒത്തിരി ആഘോഷിച്ചു, കുറെ തിന്നു, കുറെ കുടിച്ചു, എന്നാൽ കർത്താവിന് സാന്നിധ്യം നമുക്കുണ്ടോ? ഇത് ആത്മാർത്ഥമായി പരിശോധിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആത്മശോധന ചെയ്യാനും നമ്മുടെ അവസ്ഥകളെന്ന് മനസ്സിലാക്കാനും, കർത്താവ് വന്നത് കൂടെ വസിക്കാനും, അല്ലാതെ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. കൂടെ വസിക്കാൻ ഇമ്മാനുവൽ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിനാൽ നിറയപ്പെട്ട, ക്രിസ്തു സാന്നിധ്യത്താൽ നിറയപ്പെട്ട, ഏകരക്ഷകനാകുന്ന, പാപമോചകനാകുന്ന, എല്ലാ അടിമത്തങ്ങളെയും ബന്ധനങ്ങളെയും തകർത്തെറിയുന്ന കർത്താവിനെ സ്വന്തമാക്കി ഈ ക്രിസ്മസ് വിമോചനത്തിന്റെ, ജീവന സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ക്രിസ്മസ് ആയി മാറട്ടെ. ഇതാ മാലാഖമാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ, അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാൻ, അവനെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളായി തീരുവാൻ വലിയ അഭിഷേകം നൽകി. ആ അവന്റെ ജനനം നമ്മൾ അവനെ സ്വീകരിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോ ഈ കൃപയും ഈ ദൈവപുത്രസ്ഥാനവും നമ്മൾ നിറയപ്പെടും. അവിടെയാണ് മക്കളെ എന്തുണ്ടാകുന്ന സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. കൃപ നിറഞ്ഞവർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്കല്ലട്ടോ, ദൈവ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ആ കൃപ തരാൻ സമ്മാനങ്ങൾക്ക് പറ്റില്ല, ആ കൃപ തരാൻ ആഘോഷങ്ങൾക്ക് പറ്റില്ല, ആ കൃപ തരാൻ ഒന്നിനും പറ്റത്തില്ല. ആ കൃപ തരാൻ യേശുവിനെ പറ്റൂ. ആ ഈശോയെ, ആ കൃപാദാതാവിനെ സ്വീകരിക്കാതെ സമാധാനം ഉണ്ടാവില്ല മക്കളെ. സമ്മാനമൊക്കെ കൊടുത്ത് ക്രിസ്മസ് വിഷ് ചെയ്യാൻ പറ്റും, ആശംസിക്കാൻ പറ്റും, സമാധാനം ആശംസിക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തുവില്ലാതെ സമാധാനം അപ്രാപ്യമാണ്, നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സ്വന്തമാക്കി യഥാർത്ഥ സമാധാനം കൈവരിക്കുവാൻ, സന്തോഷം കൈവരിക്കുവാൻ, രക്ഷ കൈവരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കായി പിറന്ന ഉണ്ണീശ്വരത്തിന് മുമ്പിലേക്ക് നമ്മത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് മനുഷ്യനായി അവതരിച്ചു. ഞങ്ങളുടെ പാപങ്ങൾ നീക്കി, ഞങ്ങളുടെ ശാപങ്ങൾ നീക്കി, ഞങ്ങളുടെ മരണത്തെ പരാജയപ്പെടുത്തി, കടങ്ങളെല്ലാം വീട്ടി, സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഈ ജനനം സ്വീകരിച്ചത്, മനുഷ്യാവതാരം സ്വീകരിച്ചത്. കർത്താവെ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വിധം കൂടെ വസിക്കുന്ന അങ്ങയെ സ്വന്തമാക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി ഉണ്ണീശോയെ അങ്ങയുടെ തൃപാദത്തെങ്കിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വീടിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജോലി മേഖലകളിലേക്ക്, ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക്, സകല മക്കളിലേക്കും ഈശോയെ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈ ക്രിസ്തുമസിന്റെ ഉന്നതമായ സാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം തന്നെയാണല്ലോ. ആ സാന്നിധ്യം നൽകി എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിനായി കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും, അങ്ങയുടെ കുടുംബങ്ങളെയും ഇവരുടെ മക്കളെയും ഇവർ സമർപ്പിച്ച പ്രാർത്ഥനകളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കിയ, ക്രിസ്തു കൂടെ വസിക്കുന്ന ക്രിസ്തുമസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപയും സമാധാനം ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരാഘോഷമായി മാറട്ടെ ഈ ക്രിസ്മസ് എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ആമേൻ.